ഹായ് ഗായ്സ്, അസ്സാം വലൈക്കും. എന്തൊക്കെ വിശേഷങ്ങൾ? സുഖമല്ലേ എല്ലാവർക്കും? അപ്പോൾ ഞാൻ നാളെ പറഞ്ഞില്ലേ, കഴിഞ്ഞ വീഡിയോ പറഞ്ഞാൽ ഞാൻ നാട്ടിൽ പോകാനുള്ള ചെറിയൊരു പരിപാടിയിലാണ്. അപ്പോൾ ഒഴിവിനനുസരിച്ച് ഒരു ചെറിയ പർച്ചേസിങ് കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ പോവുകയാണ്. അപ്പോൾ ഇപ്പോൾ പോകണമെന്ന് വെച്ചാൽ എൻ്റെ മോനക്ക് കുറച്ച് ടോയ്സും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് ഇങ്ങനെ ഇറങ്ങിയതാണ് കേട്ടോ. അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിരുന്ന ഒരു കട, അപ്പോൾ അവിടെ കട ടൈമിൽ പോയപ്പോൾ തുറന്നേനില്ല. അപ്പോൾ അവിടേക്ക് തന്നെയാണ് ഇപ്പോൾ പോണത്. അപ്പോൾ കുറച്ച് 1-2 ടോയ്സും കാര്യങ്ങളൊക്കെ മേടിക്കണം. പിന്നെ അത് കഴിഞ്ഞിട്ട് വേറെ പരിപാടി ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ഇറങ്ങിയതാണ്. നല്ല ചൂടുണ്ട് കേട്ടോ, നല്ല വെയിലാണ്. ഏതായാലും നമുക്ക് ആ കടയിലൊന്ന് പോയി നോക്കാം. ഇതാണ് നമ്മൾ പറഞ്ഞ കട കേട്ടോ, ബേബി ഷോപ്പിൽ നിന്നാണ് പേര്. ഇതിൻ്റെ ഓൺലൈനിലായിട്ട് നമുക്ക് പർച്ചേസ് ചെയ്യാം. ഇതിങ്ങനെ ഞാൻ ഇതിൽ കൂടെ പോകുമ്പോൾ ഇങ്ങനെ കാണുന്നല്ലാതെ ഉള്ളിലേക്ക് ഇതുവരെ കടന്നിട്ടില്ല. അപ്പോൾ ഞാൻ എല്ലാ തവണയും സൗദിയിലെത്തിയാലും അപ്പം തന്നെ ഇതുപോലുള്ളൊരു കുടുക്ക് വാങ്ങിക്കാണ്ട് 10 റിയാലും 20 റിയാലും എപ്പോഴേലൊക്കെ 50-100 ഇട്ടുകാണ്ട് ഇങ്ങനെ വെക്കൂട്ടാ. അപ്പോൾ ലാസ്റ്റ് നാട്ടിൽ പോകുന്ന ടൈമിൽ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ഉപകാരം ഉണ്ടാവും, എന്തെങ്കിലും കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാം. അപ്പോൾ ഇതിപ്പോൾ ഒരു 900-1000 റുപ്യേൻ്റെ അടുത്തുണ്ടായിന് കേട്ടോ. അങ്ങനെ നമ്മൾ കടൻ്റെ ഉള്ളിൽ കയറിയപ്പോൾ ഞാൻ പുറത്തുനിന്ന് ഇങ്ങനെ കണ്ടൊരു ഇതുള്ളൂ ഈ കട. അതിൻ്റെ ഉള്ളിലേക്ക് ഞാൻ ഫസ്റ്റ് ആയിട്ടാണ് കയറുന്നത്. ഉള്ളിൽ കയറിയൊക്കെയപ്പോൾ ടോയ്സുകളൊരു ലോകം തന്നെയാണ് കേട്ടോ അതിൻ്റെ ഉള്ളിൽ. ടോയ്സ് പറഞ്ഞാൽ ജനിച്ചന്ന് മുതൽ ഒരു 10 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് കളിക്കാനുള്ള എല്ലാ ഐറ്റംസും ഉണ്ട് കേട്ടോ ഇതിൻ്റെ ഉള്ളിൽ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഉള്ളിലത്തെ കാഴ്ചകളൊന്ന് കാണാം.
പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞ് ഇറങ്ങിയിട്ടാ. പർച്ചേസിംഗ് കയറിയപ്പോൾ അവിടെ പിന്നെ സെയിൽസ്മാൻമാരൊക്കെ മലയാളീസാണ്. നമ്മുടെ മലപ്പുറത്തേരുണ്ട്, പാലക്കാട്ടേരുണ്ട്. ഇതിലൊരു ഡിസ്കൗണ്ട് ഒക്കെ ചെയ്ത് നിൽക്കാണ്ട് ഇങ്ങനെ ഒരു 2-3 ടോയ്സ് മേടിച്ച് കണ്ട് ഇറങ്ങി. അപ്പം ഞാൻ കാണിച്ചു നിങ്ങൾക്ക് എന്താ മേടിച്ചതെന്ന്. ബേബി സ്റ്റോറി എന്നുള്ള ഈ ഒരു ഷോപ്പിൽ നിന്നാട്ടോ നമ്മൾ മേടിച്ചത്. ബേബി സ്റ്റോറിൻ്റെ ഓൺലൈനിലായിട്ട് നമുക്ക് പർച്ചേസ് ചെയ്യട്ടെ. ഈ ആ ഒരു babystory.com എന്നുള്ള സൈറ്റ് കയറിയാൽ ഞാൻ മേടിച്ചത് ഒന്ന് ഈ ഒരു ടോയ് കാറാണ് കേട്ടോ. ഇത് ഡൈകാസ്റ്റിൻ്റെ ആണ്. അത്യാവശ്യം നല്ല വെയിറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിൻ്റെ പെയിൻറ്റും കളറും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇതൊന്ന് മേടിച്ചിട്ടാ. ഇതിൻ്റെ ഡോറൊക്കെ തുറക്കാനൊക്കെ കഴിയും. അതുപോലെ തന്നെ നല്ല വെയിറ്റും കാര്യങ്ങളും അത്യാവശ്യം ക്വാളിറ്റി ഉള്ള സാധനമാണ് കേട്ടോ. ഇപ്പോൾ എത്ര ക്വാളിറ്റിയുള്ളത് കൊണ്ടായാലും 1-2 ആഴ്ചയൊക്കെ നിൽക്കും. പിന്നെ മേടിച്ചത് ഈ ഒരു ചെറിയ കാർ. അതും ഡൈകാസ്റ്റിൻ്റെ കേട്ടോ. ഇത് അത്യാവശ്യം വെയിറ്റ് ഉണ്ട്. ഇത് മറ്റേ കാറിനെ പോലെ തന്നെ ഇതിൻ്റെ ഡോറ് ഇങ്ങനെ തുറക്കാനൊക്കെ കഴിയും. പിന്നെ മേടിച്ചത് ഒരു താറിൻ്റെ മോഡലുള്ളൊരു ടോയ് കേട്ടോ. കാർ തന്നെ. ഇതും ഡൈകാസ്റ്റാണ്. ഇതൊക്കെ അത്യാവശ്യം പിന്നെ എന്താ പറയുക, ക്വാളിറ്റി ഉണ്ട്. ക്വാളിറ്റി ഫീൽ ചെയ്യുന്നുണ്ട്. നല്ല അത്യാവശ്യം വെയിറ്റ് ഉണ്ട്. അപ്പോൾ പെട്ടെന്ന് കേടണ്ടല്ലോ എന്നുള്ളതില്ല. പിന്നെ പ്ലാസ്റ്റിക്കിൻ്റെ ഉണ്ട്. പിന്നെ മേടിച്ചത് ഇതാണ്, ഒരു ഫുട്ബോള്. ഇത് മസ്താങ് എന്നുള്ള ഒരു കമ്പനീൻ്റെയാണ് കേട്ടോ. അത്യാവശ്യം കുഴപ്പമില്ലാത്ത റേറ്റ് ഉണ്ട് ഇതിന്. പിന്നെ ക്വാളിറ്റി ഉണ്ട്. ഇപ്പോൾ മേടിച്ചപ്പോൾ ഇതിൻ്റെ എയറൊക്കെ ഒഴിവാക്കിയിട്ടാണ് മേടിച്ചത്. പിന്നെ പ്രത്യേകിച്ച് പറഞ്ഞതാണ് റിമോട്ടിൻ്റെ കാർ വേണമെന്ന്. അപ്പോൾ റിമോട്ടിൻ്റെ ഒരു കാറും മേടിച്ചിട്ടാ. ഇതൊരു പോലീസ് വണ്ടിൻ്റെ ഒരു മോഡലാണ്. അപ്പോൾ ഇതൊക്കെയാണ് മേടിച്ചത്. അപ്പോൾ ഈ ഒരു 4 കാറും ഫുട്ബോളും കൂടെ ഏകദേശം 280 റിയാലോളമായിട്ടാണ്. അപ്പോൾ അങ്ങനെ ഇന്നത്തെ പർച്ചേസിങ് തീരുമാനം കഴിച്ചു.